ഈ വാലന്റൈൻസ് കൂടി നിങ്ങളെ ഒരു കാര്യം മനസ്സിലായല്ലോ. മനസ്സിലായി. ഏറ്റവും സ്വാദുള്ളതും എല്ലാവരുടെയും ഫേവറേറ്റും ഞാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്റെ മോനെ, അത് ഇയാൾ വല്ല സിംഗിൾസിനോടും പോയി പറ. ഓ, പിന്നെ ഇയാളാണോ എല്ലാവരുടെയും ഫേവറേറ്റ്? പിന്നല്ലാതെ, അത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഹലോ, കൊച്ചുകുട്ടികളുടെ കാര്യം ഇവിടെ ആരും പറയണ്ട. അവർക്ക് കളിക്കാൻ കളിപ്പാട്ടവും കഴിക്കാൻ ചോക്ലേറ്റും കൊടുക്കുന്ന ഞാനാണ് അവരുടെ ഫേവറേറ്റ്. ചോക്ലേറ്റ് ആര് കൊടുക്കുന്നു? താൻ കണ്ടിട്ടില്ലേ 2 ബോളാ പാലിനകത്ത് കിടക്കുന്നത്? അയ്യോ, കണ്ടിട്ടുണ്ടേ. അത് ചോക്ലേറ്റ് ആയിരുന്നു. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. താൻ പോടോ കള്ള ബിസ്ക്കറ്റ്. എല്ലാവർക്കും ബ്രേക്ക് കൊടുക്കാനായിട്ട് വെള്ളി പൊതിഞ്ഞോണ്ടൊരുത്തം വന്നേക്കുന്നു. ഇടയ്ക്കാറ്റെ വെറുതെ ട്രോള് വാങ്ങി ഏറി പോണോ? നീ പോര്. എന്റെ ഫാമിലിയിലെ പുതിയ ആളാണ് ഞാനെങ്കിലും എന്തോ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ. ഞാൻ മോനെ ഒന്ന് കാണാതിരിക്കുവായിരുന്നു. എന്താ പ്രവാസി എണ്ണ? മോനെന്തോ നാട്ടുകാരോടെല്ലാം പറയുന്നേ? ക്രിസ്പലോ വെട്ടി 4 ഷെയറിങ്. അതെന്നാ മോനെ, 5 ആയിട്ടും 6 ആയിട്ടും ഒക്കെ ഷെയർ ചെയ്താ മോനെ ആരെങ്കിലും പിടിച്ച് തല്ലു? ഓ, ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതായി കുഴപ്പം. എവിടാ 5 സ്റ്റാർ? ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്. ഇമാതിരി ആളുകളെ മടിയന്മാരാക്കുന്ന ഡയലോഗൊന്നും ഞാൻ ആരെയും പറഞ്ഞു പഠിപ്പിക്കുന്നില്ലല്ലോ. എടാ കൊച്ചെടുക്ക, ഞാൻ നിന്റെ അടുത്ത് എന്നാത്തിന് വന്ന്? വിട്ട് കള 5 സ്റ്റാറേ. ഇന്നലെ വന്ന പിള്ളേര് വിവരം ഇല്ലാതെ എന്തെങ്കിലും പറയുന്നെന്ന് വിചാരിച്ച് ബുദ്ധിയില്ലാത്ത താനെ നിങ്ങൾ ക്ഷമിക്കേ. എന്നാ ഇവിടെ ബഹളം? ദുബായിന്ന് വന്നിട്ടൊന്നും റെസ്റ്റ് എടുക്കാന്ന് വെച്ചാ നീ ഒന്നും സമ്മതിക്കത്തില്ലേ? വന്നല്ലോ കേരളത്തിന്റെ സംസ്ഥാന ചോക്ലേറ്റ്. എന്നെ സംസ്ഥാന ചോക്ലേറ്റ് ആക്കിയ ഞാൻ അറിഞ്ഞില്ലല്ലേ. അല്ല, ഉള്ളി തേങ്ങാപ്പീര് വെച്ച് നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നോണ്ട് പറഞ്ഞതാ. അതിപ്പോ ഇയാള് കപ്പലിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നില്ലേ? അതുപോലെ ഉള്ളു. കേരളത്തിൽ ഇവനെ കൊണ്ടുവരുന്നതിന് എയർപോർട്ടിൽ പോലും കയറ്റരുത്. ഇവിടെ മാഴ്സേ, അവന്മാര് അവിടെ കിടന്ന് അടികൂടുവാ. നമുക്കെന്തേലും പോയി പറഞ്ഞാലോ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? നമ്മൾ NRIs എന്തിനാണ് ആവശ്യമില്ലാതെ അവന്മാരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ സമയം കളയുന്നത്? എന്തേലും പോയി പറഞ്ഞാലോ? അല്ലേ വേണ്ട, കപ്പലിന്റെ മുട്ടായി എന്ന് പറഞ്ഞ് കളിയാക്കി പറ്റുള്ളൂ. നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് അത് ഞാൻ തന്നെ. ഉറപ്പിക്കാവോ? എടാ, നീ ഇവിടെ വന്നോ? നിന്നെ ഞാൻ കുറെ നാളായിട്ട് കാണാനിരിക്കുമായിരുന്നു. നിന്റെ മൊയലാളി ഉണ്ടല്ലോ, ആ മിസ്റ്റർ ബീസ്റ്റ്, അവനോട് പോയി പറഞ്ഞേക്കണം എന്നെ കളിയാക്കുന്നത് നിർത്തിക്കോളാൻ. അത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? താൻ എന്താ ഇവിടെ? ഇത് ചോക്ലേറ്റുകളുടെ ഏരിയ. ഞാൻ പിന്നെ എന്നാ മയണേസ് ആണോ? അയ്യേ, മയണേസ് ഒന്നുമല്ല, പഞ്ചസാര വെള്ളം കട്ടിയാക്കിയത്. തോന്നിയാസം പറയരുത്. ഞാൻ നല്ല ശുദ്ധമായ പാലുകൊണ്ട് ഉണ്ടാക്കിയ 1-ാം തരം വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതങ്ങ് UK-ല്. ഇന്ത്യയിലെ പാവങ്ങളെ താൻ വെജിറ്റബിൾ ഓയിൽ വെച്ച് പറ്റിക്കുമല്ലേ? താനിതെങ്ങനെ അറിഞ്ഞു? ഞാൻ മാത്രമല്ല, പലർക്കും ഇവിടെ അറിയാം. ബാക്കിയുള്ളവർ അറിഞ്ഞു വരുന്നു. അറിഞ്ഞവരൊക്കെ തന്റെ പാൽപ്പൊടിയുടെ കാര്യം അറിഞ്ഞു കാണും അല്ലേ? ഗൈസ്, നിങ്ങളെല്ലാവരും ഇങ്ങനെ പരസ്പരം കിടന്ന് അടികൂടിട്ട് ഒരു കാര്യമില്ല. എല്ലാവരുടെയും ഫേവറേറ്റ് ചോക്ലേറ്റ് ആരാണെന്ന് അറിയാവോ? താനാണെന്നായിരിക്കും. അത് അവനാണ്. അവിടെ ആരും ഇല്ലല്ലോ. അവിടെ അല്ല, കമന്റ് ബോക്സിൽ. അവിടെ പറയും എല്ലാവരുടെയും ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണെന്ന്. അല്ലേ?